അത് നടപടി എന്ന് പറഞ്ഞാൽ ചില്ലറ നടപടി ആയിരിക്കില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ആക്ഷൻ എടുക്കും, ഒരു സംശയമല്ല എടുക്കും. ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് ആർ സി ഓണർ അല്ലാത്ത ഇപ്പോൾ ഭാര്യയ്ക്ക് ഓടിക്കാം, മക്കൾക്ക് ഓടിക്കാം, അനിയൻ ഓടിക്കാം, ചേട്ടൻ ഓടിക്കാം, ഒന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ഈ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. നമ്മൾ നാട്ടിൽ പലരും 5-6 വണ്ടി വാങ്ങിച്ചിടുക, അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തരാണെങ്കിൽ ഒരുത്തൻ്റെ വണ്ടി പിടിച്ചു വയ്ക്കുക, ആ പിടിച്ചു വെച്ചേക്കുന്ന വണ്ടി റെൻ്റ് കാറായിട്ട് കൊടുക്കുക. ശരിയല്ലേ ഞാൻ പറയുന്നത്? ആ വക പരിപാടികൾ അനുവദിക്കില്ലെന്നാണ്. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞത് ഭാര്യയുടെ വണ്ടി ഭർത്താവ് ഓടിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നോ പിടിക്കുമെന്നോ അല്ല പറഞ്ഞത്. അത് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ. അങ്ങനെയല്ല എൻ്റെ കാരണം. ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഫൈനാൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരാരുടെയെങ്കിലും ഒരു വണ്ടി പൈസ കൊടുത്തിട്ട് പിടിച്ചു വാങ്ങിച്ച് വയ്ക്കും. പിടിച്ചു വാങ്ങിച്ച് വെച്ചിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. അവരതും കൊണ്ട് നടക്കും. അതിൽ ചാരായം കൊണ്ടുപോയി, കഞ്ചാവ് കൊണ്ടുപോയി, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താം. അത്തരം കാര്യങ്ങൾ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് റെൻ്റ് കാർ നടത്താമല്ലോ. 5-6 എൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരും. അത് രജിസ്റ്റർ ചെയ്തിട്ട് ബ്ലാക്ക് ബോർഡ് വയ്ക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നടത്താം. ഒരു തടസ്സവുമില്ല. നിയമപരമായിക്കോട്ടെ. വെറുതെ ഈ പാവപ്പെട്ട ടാക്സിക്കാർ അവരെ വയറ്റിലടിക്കില്ലേ? കള്ള ടാക്സി എന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോർഡ് വയ്ക്കാതെ വണ്ടി ഡ്രൈവർ ഓടിക്കുന്നു. ഇപ്പോൾ ടാക്സി ഓടിക്കുന്നവർ അവർ നികുതി അടച്ചിട്ട്, ടാറ്റോറിക്ഷ ഓടിക്കുന്നു, നികുതി അടച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവരെ മണ്ടന്മാരാക്കിക്കൊണ്ട് നികുതി അടയ്ക്കാത്ത ചില ആളുകൾ ഇത്തരം വണ്ടികൾ ഓടിക്കാൻ കൊടുക്കുക. ഇതൊക്കെ തെറ്റാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ നടന്ന സംഭവം തെറ്റ് തന്നെയാണ്. എന്ത് അതിൻ്റെ ഉടമസ്ഥൻ എത്ര ഒച്ചത്തിൽ സംസാരിച്ചാലും നിയമപരമായി തെറ്റാണ്. ആ കുട്ടികളിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അവർക്ക് വണ്ടി കൊടുത്തതാണ്. പിന്നെ ഈ നാട്ടിലുള്ള മറ്റ് ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് വിചാരിക്കരുത്. അവരോട് പോലീസ് ചോദിക്കും, അവരോട് മോട്ടോർ വെഹിക്കിളുകാർ ചോദിക്കുമ്പോൾ അവർ പറയും ഇന്ന ആൾ വണ്ടി പിടിച്ച് വെച്ച് ഫൈനാൻസ് കൊടുത്തിട്ട് വണ്ടി എടുത്ത് വയ്ക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നതാണ്. ആക്ഷൻ എടുക്കും, ഒരു സംശയമല്ല എടുക്കും. പക്ഷേ ഈ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ കൊടുത്തു. അയാളെ പിടിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് പണം പറ്റിക്കൊണ്ട് വണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച്. പിന്നെ ഫൈനാൻസ് ഉണ്ടെന്നും പറഞ്ഞ് പിടിച്ചു വയ്ക്കുക, കാശ് കൊടുത്തിട്ട് വണ്ടി പണയം വാങ്ങി വയ്ക്കുക. പണയം വാങ്ങി വെച്ചിട്ട് ആർക്കെങ്കിലുമൊക്കെ ഓടിക്കാൻ കൊടുക്കുക. ആ സമയത്ത് ഈ വണ്ടി കസ്റ്റഡി വയ്ക്കുന്നത് സെക്യൂരിറ്റി ആയിട്ടാണെങ്കിൽ അതെടുത്ത് വല്ലവർക്കും വാടകയ്ക്ക് കൊടുത്ത് ഉപയോഗിച്ച് നശിപ്പിച്ച് തിരിച്ചു കൊടുക്കുന്ന ദുഷ്ടതരമുണ്ടല്ലോ, അതൊന്നും നടക്കത്തില്ല. നിങ്ങൾ വണ്ടി വാങ്ങി വയ്ക്കുന്നതേ തെറ്റ്. കാശ് കൊടുത്തിട്ട് വണ്ടി RC ബുക്ക് പിടിച്ചു വാങ്ങിച്ച് വയ്ക്കുന്നത് തെറ്റ്. ബാങ്കിന് ചെയ്യാം. റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്ക് ഫൈനാൻസ് കൊടുക്കുകയും ആ RC ബുക്കിൽ എൻട്രി ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് അവർക്ക് ഫൈനാൻസ് ഇടാം. അല്ലാതെ അനധികൃതമായി ഇതിൻ്റെ കൂടെ ഇതുകൂടെ മനസ്സിലായിരിക്കും. അനധികൃതമായി പണം കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ബലമായി വണ്ടിയുടെ RC ബുക്ക് വാങ്ങിച്ച് വയ്ക്കുകയും അതെടുത്ത് വല്ലവർക്കും ഓടിക്കാൻ കൊടുക്കുകയും ചെയ്താൽ അത് നടപടി എന്ന് പറഞ്ഞാൽ ചില്ലറ നടപടി ആയിരിക്കില്ല. ഉള്ള കാര്യം പറയാമല്ലോ. കാരണം ഇത് തെറ്റിദ്ധാരണ വരത്തെയാണ്. സഹോദരന് വണ്ടി കൊടുത്തുകൂടാ, കൂട്ടുകാരന് അങ്ങനെയല്ല. ആലപ്പുഴയിൽ കുഞ്ഞുങ്ങൾ മരിച്ചു. ആ കുട്ടികൾ മരിച്ച സംഭവത്തിൽ വെറുതെ ഒച്ചയൊന്നും എടുക്കണ്ട. അതിൻ്റെ ഉടമസ്ഥൻ കിടന്ന് ഏതോ ചാനലിലൊക്കെ ഒച്ചയെടുക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകരോട് ചൂടാവണ്ട. അടുത്ത വീട്ടുകാർക്കറിയാം, അടുത്ത നാട്ടിൽ താമസിക്കുന്നവർക്ക് ഇയാളെ പണി എന്തുവാണ്. നമ്മളെല്ലാം നാട്ടിൽ താമസിക്കുന്ന ആരും ബുദ്ധിയില്ലാത്തവരാണ്. എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവർക്കറിയാം ഇന്ന ആൾ ഫൈനാൻസ് കൊടുക്കുന്നുണ്ട്, അതിന് വലിയ വണ്ടികൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്, അത് റെൻ്റക്കാരന് ആളുകൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നുണ്ട്, അവരിൽ നിന്ന് പൈസ വാങ്ങുന്നുണ്ട്, ഈ പലിശയും വാങ്ങണം, പിന്നെ ഈ വണ്ടി ഓടുന്ന കാശൂടെ വാങ്ങണം എന്നൊക്കെ ഒരു ദുരാഗ്രഹമുണ്ടല്ലോ ബ്ലേഡ് കമ്പനി. അതൊക്കെ കണ്ടാൽ പിടിക്കും.